ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മുള്ളൻ മീൻ കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2-3 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നീളത്തിലുള്ള മുളക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഈ മസാലകളുടെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച് 2 അല്ലി കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് പുളിയോ അതല്ലെങ്കിൽ മാങ്ങയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പം കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നതുകൊണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മുള്ളൻ മീനാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കുകയാണ്. നമുക്കിനി ഇത് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിത് വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളൻ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ചോറ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്